ഇന്ന് ഞാൻ പോകുന്നത് കരാമ സെന്ററിലേക്കാണ്. റൂമിൽ നിന്ന് കുറെ നേരം നടക്കാനുള്ളതുകൊണ്ട് ഷോർട്ട് വഴിയിലാണ് ഞാൻ പോകുന്നത്. വഴിയിലുണ്ട് പ്രാവെല്ലാം ഗോതമ്പ് നിന്ന്. പ്രാവിനെല്ലാം തിന്നാൻ വേറെ എവിടെയും പോകണ്ട, ഇഷ്ടംപോലെ ഗോതമ്പ് ആരെങ്കിലും ഇട്ട് കൊടുക്കും. നമ്മുടെ നാട്ടിലത്തെ ഓട്ടോറിക്ഷയ്ക്ക് പകരം ഇതാണ് ഇവിടെ ടാക്സി. എല്ലാ മൂലയിലും ബക്കാല ഗ്രോസറി ഉണ്ട്, ഇവിടുന്ന് വേണമെങ്കിൽ ഡെലിവറി ഉണ്ട്. കുറച്ച് നടന്നപ്പോൾ തന്നെ അസ്ര നിസ്കരിക്കാൻ സമയമുണ്ട് നേരെ പള്ളിയിലേക്ക്. ഈ കാണുന്നതാണ് ഞാൻ നിസ്കരിക്കാൻ കയറിയ പള്ളി. പള്ളിയിൽ ഒതെടുക്കാൻ കയറുന്ന സ്ഥലത്തുണ്ട് പൂച്ച സുഖമായി കടന്നുറങ്ങുന്നത്. ഇവിടെ വെച്ച ബോർഡ് ശ്രദ്ധിച്ച അതിൽ മലയാളം ഉണ്ട്. ഒഴുകുന്ന നദിയിൽ നിന്ന് ഒതെടുക്കുകയാണെങ്കിലും മിതത്തമ്പാലിക്ക എന്ന ഹദീസ് ഇംഗ്ലീഷിലും അറബിയിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പള്ളിന്റെ ഉൾഭാഗം. ഞാൻ എത്തിയപ്പാടെ നിസ്കാരം തുടങ്ങിയോണ്ട് പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് ഞാൻ നേരെ പുറത്തേക്ക്. തിരക്ക് പിടിച്ച പണിന്റെ ഇടയിലും പള്ളിയിൽ മുമ്പേ വന്ന് നിസ്കാരത്തിന് വേണ്ടി കാത്തുക്കുന്ന ആളെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. എത്ര തിരക്കാണെങ്കിലും ഒരു നിമിഷം പോലും റബ്ബിനെ മറക്കാത്ത കുറെ മനുഷ്യന്മാർ ഇന്നും ഭൂമിയിലുള്ളതാണ് നമ്മളെല്ലാം ഭാഗ്യം. ഇവിടെ കാണുന്ന ഈ സൈക്കിൾ ആണെങ്കിൽ റെന്റിന് എടുക്കാം. ഞാനിതൊരു എടുക്കാത്തതുകൊണ്ട് എങ്ങനെ എടുക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ഞമ്മ വിചാരിച്ച് നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തി. ഇതാണ് കരാമ സെന്റർ. ഇവിടെ വന്നാൽ കുറെ മലയാളീസും ഷോപ്പും നമുക്ക് കാണാൻ പറ്റും. ടിക്കറ്റ് എടുക്കാൻ എവിടെയും പോകണ്ട, ഇവിടെ നിന്നിട്ടും ടിക്കറ്റ് എടുക്കാം. ഈ കാണുന്നത് കരാമ സെന്ററിലെ ഒരു ബിൽഡിങ്ങിന്റെ ഉൾവശമാണ്. ഇവിടെ തന്നെ ഇഷ്ടംപോലെ മലയാളീസും ഷോപ്പ് ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഭീമ ജ്വല്ലറി, മലബാർ ഗോൾഡ് ഇവിടെ കാണാം. അങ്ങനെ എന്റെ ആവശ്യം കഴിഞ്ഞ് നേരെ എന്റെ ബാക്കിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല പച്ചപ്പുള്ള മരം. അവിടെ നിന്ന് നേരെ വന്ന പോലെ തന്നെ റൂമിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.